G&G rocks. Rocks. G&G rocks. ചിഞ്ചു, ഇന്ന് ബിസിനസ് വളരെ മോശമാണല്ലോ. കട തുറന്നിട്ട് ഇതുവരെ ഒരു മിഠായി പോലും വിറ്റിട്ടില്ല. കട തുറന്നിട്ട് അരമണിക്കൂറല്ലേ ആയുള്ളൂ ടിൻഡു. ടിൻഡുന്നോ? എടോ, ഞാൻ ഈ കടയുടെ മുതലാളിയാ. അതുകൊണ്ട് ടിൻഡു മുതലാളി എന്ന് വേണം വിളിക്കാൻ. മനസ്സിലായോ? ശരി കട മുതലാളി, അല്ല ടിൻഡു മുതലാളി. ചിഞ്ചു, നിനക്ക് ബിസിനസിന്റെ ബാലപാഠങ്ങളൊന്നും അറിയില്ല. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നെ നല്ലോണം ബഹുമാനിച്ചു നിൽക്കണം, എന്നാലേ പറഞ്ഞു തരൂ. പിന്നെ അവന്റെ ഒരു ബിസിനസ് ആകെ 2-3 തരം മിഠായി ഉണ്ട്. പറച്ചിൽ കേട്ടാ തോന്നും അംബാനിയാണെന്ന്. 2 മിഠായി, താങ്ക്സ്. അല്ല, മിഠായിയുടെ കാശതാ. കാശോ? തരാൻ മനസ്സിലെങ്കിലോ? മനസ്സുണ്ടാക്കുമെങ്കിലോ? ഓഹോ, എങ്കിൽ അതൊന്ന് കാണണല്ലോ. എടാ, ഞാൻ ആരാണെന്ന് അറിയാമോ? കുട്ടി റൗഡിയാ, കുട്ടി റൗഡി. ചിഞ്ചു, ഇതുപോലുള്ള ലോക്കൽ കേസുകളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. അവനോട് നീയൊന്ന് മുട്ടിക്കേ. അയ്യോ, ഞാനോ? എനിക്ക് വയ്യ. നിങ്ങളല്ലേ കട മുതലാളി, നിങ്ങൾ തന്നെ മുട്ടിയാ മതി മുതലാളി. കുഴഞ്ഞല്ലോ ദൈവമേ. എന്താ മുട്ടുന്നില്ലേ? എടാ മുതലാളി, മുട്ടുന്നില്ലേന്ന്. ഇല്ലടാ, മുട്ടാൻ എനിക്ക് ധൈര്യമില്ലടാ. നീ എന്നെ എന്ത് ചെയ്യും? എന്നെ തല്ലിക്കൊല്ലാതെ മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കും. ടിൻറ്റുമോനൊരു കാര്യം പറഞ്ഞതാ. നിലവിളിക്കും പറഞ്ഞാ നിലവിളിക്കും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. താൻ പോ. അയ്യേ, ഈ ടിൻഡു മുതലാളി ഇത്രയും പേടിത്തൊണ്ടനായിരുന്നോ? പേടിച്ചിട്ടല്ല, അതാണ് ബുദ്ധിപരമായ നീക്കം. ബിസിനസ്സിൽ ആദ്യം വേണ്ടത് ഇതുപോലുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ്. മനസ്സിലായ? ഓവേ, മനസ്സിലായി. ആദ്യ പാഠം ബുദ്ധിപരമായ നീക്കം. 2ാം പാഠം എന്താണാവോ? നീ ആ കന്മതിൽ നിന്ന് താഴേക്ക് ചാട്. അത് വേണോ? വേണം, ചാട്. അയ്യോ അയ്യോ, എന്റെ കാലൊടിച്ച്. അയ്യോ. 2ാം പാഠം, ആരെയും കണ്ണുമടിച്ച് വിശ്വസിക്കരുത്.